ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് എണ്ണയിലെ മസാല ഒന്നും കലങ്ങാതെ തന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള 2 ടൈപ്പ് കപ്പൽ ഡീ റോസ്റ്റാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ തന്നൊന്ന് സപ്പോർട്ട് കൂടി ചെയ്തിരിക്കണേ. കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാൻ മറക്കല്ലേ. 3 സ്പൂൺ ഫുള്ളായിട്ട് അരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 3 സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. വറുത്ത ജീരകത്തിൻ്റെ പൊടിയെ കായപ്പൊടിയാണ്, നല്ല മണമുള്ള നോക്കി കായപ്പൊടി കുറച്ചേറെയായിട്ട് ഇടണേ. പെരുംജീരകം ഇതിനേക്കാൾ കുറച്ചുകൂടെ നന്നായിട്ട് പൊടിച്ചിരിക്കണേ. അത് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടി, എരിവുള്ള നോക്കി മുളക് പൊടി ഇടണം. മുളക് പൊടി കുറച്ച് കൂടുതലായിട്ട് ഇടുന്നുണ്ട്. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ചാട്ട് മസാലയാണ് ഇടുന്നത്. കടയിൽ നിന്നുള്ള ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാട്ട് മസാല മസ്റ്റായിട്ട് ചേർത്തിരിക്കണേ. ഈ പൊടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് അരച്ചെടുത്തത് ശകലം ചേർത്തിട്ടുണ്ട്. ഇതോടെ ചേർത്ത് പൊടിക്കകത്തോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. തൊലിയോടുകൂടിയുള്ള നല്ല പച്ചക്കപ്പലണ്ടി നോക്കിയെടുക്കുക. അഴുക്ക് കപ്പലണ്ടിയൊക്കെ ഉണ്ട്, മാറ്റിയിരിക്കണേ. ഇതൊരു ബൗളിലോട്ടിട്ടിട്ട് നഖയ്ക്ക് ഒന്ന് വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. വെള്ളം എല്ലായിടത്തും ഒന്നാകാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം 1 മിനിറ്റ് മാത്രമേ വെക്കാവേ വെള്ളത്തിൽ. അതിൽ കൂടുതൽ വെക്കരുത്. ഇതുപോലൊരു വലപ്പാത്രം എടുത്ത് ഉടനെ തന്നെ അത് വെള്ളമെല്ലാം മാറ്റിയെടുക്കുക. വെള്ളമെല്ലാം വാർന്നു പോകാൻ വേണ്ടി 5 അല്ലെങ്കിൽ 10 മിനിറ്റ് കൂടുതൽ വെക്കരുത്. കാരണം കപ്പലണ്ടിക്ക് അകത്തോട്ടൊന്നും കുതിരേണ്ട ആവശ്യമില്ല. തൊലി മാത്രം ഒന്ന് കുതിർന്ന് കിട്ടിയാൽ മാത്രം മതിയേ. വെള്ളമെല്ലാം ഒന്ന് തട്ടി മാറ്റിയെടുത്തതിന് ശേഷം ഒരു ബൗളിനകത്തോട്ട് കപ്പലണ്ടി മാറ്റിയിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്തിരിക്കുന്ന മാവ് കുറേശ്ശെയായിട്ട് ഇട്ടുകൊണ്ട് ഇങ്ങനെ കുടഞ്ഞെടുത്ത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൈ യൂസ് ചെയ്യുന്നതേ ഇല്ല, ഇങ്ങനെ തന്നെ ഇട്ട് മിക്സ് ചെയ്തെടുക്കണേ. കുറേശ്ശെ ഇടുക. ഇതുപോലൊന്ന് അടി ചേർത്തൊന്ന് കുടഞ്ഞെടുക്കുക. ഒരു 2-3 സ്പൂൺ ആകുമ്പോഴത്തേന് തൊലിയിലുള്ള നനവ് മാക്സിമം അത് പൊടിയെല്ലാം വലിച്ചെടുത്തിട്ടുണ്ടാകുമേ. ഇനി ചെയ്യേണ്ടത് ലൈറ്റായിട്ട് കയ്യിൽ വെള്ളം എടുക്കുക, ഒന്ന് തളിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത്, ഇങ്ങനെ തളിച്ചു കൊടുക്കുക. വെള്ളം ഒന്ന് തളിച്ചു കൊടുത്ത ഉടനെ ഇതുപോലെ പൊടിയാണ് ഇടേണ്ടത്. പൊടി ഇട്ട് കഴിഞ്ഞ് അടി ചേർത്ത് ഇതുപോലെ ഒന്ന് കുടഞ്ഞ് തന്നെ ഇളക്കിയെടുക്കുക. ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേന് നമ്മൾ എടുത്ത പൊടി കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടുണ്ടാകുക. ഈ അടിയിൽ ഈ തരി പോലെ വരുന്നത് പെരുംജീരകം ശരിക്കും പൊടിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, തരി കിട്ടുന്നത്. അതുകൊണ്ട് പെരുംജീരകം നന്നായിട്ട് പൊടിച്ച് വേണം ചേർക്കാനായിട്ട്. എടുത്തിരിക്കുന്ന പൊടിയെല്ലാം തീർന്നിട്ടുണ്ട്. കറക്റ്റ് ഒരു കോട്ടിങ് പോലെ വന്നിട്ടുണ്ട്. പൊടിയെല്ലാം തീർന്നതിന് ശേഷം ലാസ്റ്റിൽ ഒരു സ്പാറ്റില വല്ലതും ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ അടി ചേർത്ത് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരത്തേന് മൂടി വയ്ക്കുകയാണ്. 10 മിനിറ്റിന് ശേഷം ആ മാവെല്ലാം നല്ലൊരു കോട്ടിങ്ങായിട്ട് പിടിച്ചിരിപ്പുണ്ട്. ഈ ഒരു കറക്റ്റ് കോട്ടിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, കറക്റ്റ് ഒരു കോട്ടിങ് വന്നിട്ടുണ്ട്. ഇനി ഓരോ കപ്പലിൻ്റെയും ഇങ്ങനെ റൗണ്ടായിട്ട് നല്ലൊരു ഫിനിഷിങ് വരാൻ വേണ്ടി ഒരു 1/4 സ്പൂണോളം കോൺഫ്ലോറാണ് ബെറ്റർ. ഇല്ലെന്നുണ്ടെങ്കിൽ തരിയില്ലാതെ അരിച്ചെടുത്ത അരിപ്പൊടി. ഇത് 2 ചേർക്കാവോ, കടലമാവ് ചേർക്കരുത്. ഇത് 2 കൂടെ ചേർത്ത് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റൗണ്ട് ഷേപ്പിൽ ഓരോരോ കപ്പലണ്ടി സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. ഇനി ലാസ്റ്റിൽ ആ പെരുംജീരകത്തിൻ്റെ പൊടിയോ എന്തെങ്കിലും പൊടി പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കണ്ണരിപ്പയ്ക്കകത്തോട്ടിട്ട് ലൈറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ലൈറ്റ് ആട്ടി കൊടുത്താൽ മതി. ആ വേസ്റ്റെല്ലാം വെളി വരും. ഇല്ലെങ്കിൽ എണ്ണയ്ക്കകത്ത് ഇത് കരിഞ്ഞ് കിടക്കുക. എണ്ണ ചൂടായെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരെണ്ണം ഇട്ട് നോക്കുക. നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം കുറേശ്ശെയായിട്ടിട്ട് വറുത്ത് കോരണം. കൂടെ തന്നെ തൊലിയോടുകൂടി നല്ലവണ്ണം കഴുകിയെടുത്ത് വെളുത്തുള്ളി ചതച്ചിടണേ. വെള്ളമയം ഒട്ടും പാടില്ല, എണ്ണയിൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കുണ്ടാവും. അതുകൊണ്ട് കറിവേപ്പിലയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് തുടയ്ക്കണേ. കഴുകിയിട്ട് തുടച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നിങ്ങളതിൻ്റെ ഇട്ട ഉടനെ തന്നെ ഇളക്കാൻ ശ്രമിക്കുക. ഒരു 10 സെക്കൻഡ് നേരത്തേന് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ലൈറ്റായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കണേ. നമ്മൾ ആ ലൈറ്റായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ആ മൂത്ത് വരുന്നതിൻ്റെ ഒരു നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമേ. നല്ലൊരു സൗണ്ടൊക്കെ മാറി നല്ല ഒരു ക്രിസ്പി സൗണ്ടൊക്കെ വരാൻ തുടങ്ങും. കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ലാസ്റ്റ് കുറച്ച് ചാട്ട് മസാല വിതറുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എരിവുള്ള മുളക് പൊടി ലൈറ്റായിട്ട് വിതറാവുന്നതാണ്. ഇനി രണ്ടാമത്തെ റോസ്റ്റ് ഉണ്ടാക്കാം. ചൂടായ കടായിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക. ചതച്ചെടുത്ത വെളുത്തുള്ളിയാണ്. ലൈറ്റായിട്ടൊന്ന് മൂത്തതിന് ശേഷം കറിവേപ്പില കുറച്ചേറെ ചേർക്കാവുന്നതാണ്. നനവില്ലാതെ വേണം കറിവേപ്പില ചേർക്കാനായിട്ട്.
എണ്ണ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. ഇത് രണ്ടും ഒന്ന് മൂത്തതിന് ശേഷം 1 കപ്പ് തൊലിയോട് കൂടിയുള്ള പച്ചക്കപ്പലണ്ടിയാണ് ഇട്ടിട്ടുള്ളത്, വറുക്കാത്ത കപ്പലണ്ടി. നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. അതായത് എണ്ണ കുറവാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം ഇളക്കി തന്നെ എല്ലാ ഭാഗത്തും ചൂടാവുന്ന രീതിയിൽ ഇളക്കി തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതൊന്ന് പകുതി ഒന്ന് റോസ്റ്റ് ആകുമ്പോഴത്തേന് ഉപ്പാണ് ആവശ്യത്തിലും, അതായത് പാകത്തിലും കുറച്ച് കൂടുതലായിട്ട് ഉപ്പ് ചേർക്കണേ. ഉപ്പുപൊടിയെ കായപ്പൊടി അതുപോലെ തന്നെ നല്ല മണമുള്ള കായപ്പൊടി കുറച്ച് ചേർക്കുകയാണേ. ഇതോട് ചേർത്ത് ഇനി ബാക്കിയോടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് റോസ്റ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ആ മൂത്ത് വരുന്നതിൻ്റെ ആ ഒരു ഡിഫറൻസ്. കളറൊക്കെ കുറച്ച് ബ്രൗണിലോട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊട്ടാൻ തുടങ്ങും. അപ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്യുക. നന്നായിട്ട് മൂത്തിട്ടുണ്ടെന്നർത്ഥമേ. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 സെക്കൻഡ് നേരത്തേനെ ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടി ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ലൈറ്റായിട്ടൊന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം മാത്രം നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കേണ്ടത്. മുളക് പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ചൂടൊന്ന് കുറച്ചിട്ട് ചേർക്കുന്നത്. നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ്. മുളക് പൊടി ചേർത്ത ഉടനെ തന്നെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇനി കടയിൽ നിന്ന് കിട്ടുന്ന പാക്കറ്റ് റോസ്റ്റിൻ്റെ ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ചാട്ട് മസാല മസ്റ്റായിട്ട് ഇട്ടിരിക്കണേ. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കപ്പലണ്ടി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. 2 റോസ്റ്റും നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നല്ല ക്രിസ്പി ആയിരിക്കും, ടേസ്റ്റും ആയിരിക്കും. ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് സപ്പോർട്ടോടെ ചെയ്തിരിക്കണേ. ഇതുവരെ തന്ന സപ്പോർട്ടിന് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.